Hello dear students. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പൊതുവിൽ സ്കാരി ആയിട്ടുള്ള കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്ത കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് നമ്പറുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ വളരെ ക്വിക്കായിട്ട് കോംപ്ലക്സ് നമ്പർ ജോമെട്രി ഉപയോഗിച്ചുകൊണ്ട് ജോമെട്രിക്കൽ പെർസ്പെക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഡയഗ്രാം വരച്ച് സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ലെറ്റ് z be a complex number such that the real part of z minus 2i divided by z plus 2i is 0. അപ്പോൾ അത് സോൾവ് ചെയ്യലാണ് നമ്മൾ ആദ്യത്തെ പണി. So RE of z minus 2i divided by z plus 2i is equal to 0. ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഇത് നമ്മൾ റാഷണലൈസ് ചെയ്യും. ഡിനോമിനേറ്ററിലെ കോൺജുഗേറ്റ് വെച്ച് നമ്മൾ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ വരുമ്പോൾ റിയൽ പാർട്ട് ഓഫ് z minus 2i ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ z ന്റെ കോൺജുഗേറ്റ് z ബാർ പ്ലസ് 2i ന്റെ കോൺജുഗേറ്റ് മൈനസ് 2i ഡിനോമിനേറ്റർ മോഡുലസ് ഓഫ് z പ്ലസ് 2i ഹോൾ സ്ക്വയർ എന്ന് വരും. പക്ഷെ അത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം RHS 0 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് തന്നെ ആയി കഴിഞ്ഞാലും അത് ഒരു വിഷയമല്ല. സോ ലെറ്റ് ദിസ് ബി ഈക്വൽ ടു 0. നമുക്കിപ്പോൾ അതേ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. സോ റിയൽ പാർട്ട് ഓഫ് z ഇൻറ്റു z ബാർ വരും. z ഇൻറ്റു z ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, അല്ലെങ്കിൽ അറിയണം, മോഡ് z സ്ക്വയർ ആണ്. അറിയാത്ത ആളുകൾ പഠിച്ചു വെക്കുക. ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൽ മോഡുലസിന്റെ സ്ക്വയർ ആണ്. അടുത്തത് മൈനസ് 2i ഇൻറ്റു z ഉണ്ടാവും. ഈ മൈനസ് 2i ഇൻറ്റു z ബാർ, അതായത് ഈ മൈനസ് 2i ഇൻറ്റു z ബാർ, ഈ മൈനസ് 2i ഇൻറ്റു z. സോ മൈനസ് 2i ഇൻറ്റു z പ്ലസ് z ബാർ. z പ്ലസ് z ബാറും നമുക്ക് അറിഞ്ഞു വെക്കണം. ഇതൊക്കെ ബേസിക് റിസൾട്ടുകളാണ്, NCERT തന്നെ ഉള്ളതാണ്. 2REZ, അതായത് 2x. മോഡ് z സ്ക്വയർ എന്താണെന്ന് വെച്ചാൽ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. അപ്പോൾ z ഇൻറ്റു z ബാർ, ഫസ്റ്റ് ഓഫ് ഓൾ മോഡ് z സ്ക്വയർ, മോഡ് z റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആയതുകൊണ്ട് മോഡ് z സ്ക്വയർ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആവും. അറിയാത്തവർ പഠിച്ചു വെക്കുക. z പ്ലസ് z ബാർ ഈസ് 2REZ. REZ x ആയതുകൊണ്ട് അത് ഇവഞ്ച്വലി 2x ആവും. അത് കഴിഞ്ഞ് മൈനസ് 2i ഇൻറ്റു മൈനസ് 2i, നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഷൈ സ്ക്വയർ കൊണ്ട് നെഗറ്റീവ് ആകുമ്പോൾ മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നോക്കിയാൽ അറിയാം, മോഡ് z സ്ക്വയർ എന്ന് പറഞ്ഞാൽ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ്. അതൊരു റിയൽ കോൺട്രിബ്യൂഷൻ ആണ്. z പ്ലസ് z ബാർ 2x ആണ്, പക്ഷെ ഇൻറ്റു 2i ചെയ്യുമ്പോൾ അത് ഇമാജിനറി കോൺട്രിബ്യൂഷൻ ആവും. റിയൽ പാർട്ട് എടുക്കുന്ന സമയത്ത് അപ്പോൾ ഈ ടേം നോക്കേണ്ട കാര്യമില്ല. മൈനസ് 4 ഓഫ് കോഴ്സ് റിയൽ നമ്പർ ആണ്. അപ്പോൾ ഇത് വരിക മോഡ് z സ്ക്വയർ അഥവാ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഇമാജിനറി പാർട്ടിലെ ഇമാജിനറി കോൺട്രിബ്യൂഷൻ. അപ്പോൾ അതൊന്നും എന്താ നമ്മൾ സോൾവ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. പിന്നെ മൈനസ് 4 ഉള്ളൂ. മൈനസ് 4 ഈക്വൽ ടു 0. 4 അപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വി വിൽ ഗെറ്റ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 4. ഇത് കോണി സെക്ഷൻസിൽ സർക്കിൾസിലൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ദിസ് ഇസ് എ സർക്കിൾ സെന്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് ഈക്വൽ ടു 2. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ ഫോം ആണത്. ആ സർക്കിൾ നമുക്ക് ഇവിടെ വെറുതെ ഒന്ന് വരച്ചു വെക്കാം. ദിസ് ഇസ് ദ സർക്കിൾ. ഇതാണ് ഞാൻ പറഞ്ഞ ജോമെട്രി ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാന്ന്. അതിന്റെ റേഡിയസ് 2 ആണ്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. then the maximum value of modulus of z minus 6 plus 8i. ഞാൻ ഓൾറെഡി മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മോഡുലസ് ഓഫ് z1 മൈനസ് z2 എന്ന് പറയുന്നത് ജോമെട്രിക്കലി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ z1 ആൻഡ് z2 ആണ്. അപ്പോൾ ഇത് z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറും 6 പ്ലസ് 8i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിന്റെ മാക്സിമം ഡിസ്റ്റൻസ് എത്ര വരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം 6 പ്ലസ് 8i എന്ന് പറയുന്നത് 6, 8 എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ്. കോംപ്ലക്സ് നമ്പർ ഒക്കെ വെറും പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. z എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ മുകളിലുള്ള എവിടെയെങ്കിലും ഇവിടെ ഒക്കെ ഉള്ള പോയിന്റ് z ആണ്. ഇതൊക്കെ z തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെയാണ് മിനിമം ആവുക. അത് നേരെ ഈ സെന്ററിലൂടെ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് മാക്സിമം വരിക. അപ്പോൾ ഈ മാക്സിമം ഡിസ്റ്റൻസ് കിട്ടാൻ ഇത് ഒറിജിൻ ആണ് 0, 0. ഇവിടെ മുതൽ ഇവിടെ വരെ 6, 8 വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്താൽ കിട്ടും. ഇത് സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ്, അത് 2. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം ഡിസ്റ്റൻസ് കിട്ടുക. ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കണേ ഇവിടുന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് 2 സബ്ട്രാക്ട് ചെയ്താൽ അപ്പോഴാണ് മിനിമം ഡിസ്റ്റൻസ് കിട്ടുക. ഇപ്പൊ മാക്സിമം ആണ് ചോദ്യം എന്നുള്ളതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ആഡ് ചെയ്യാണ്. മിനിമം ആയിരുന്നെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമായിരുന്നു. ഇനി വാട്ട് ഇസ് ദിസ് ഡിസ്റ്റൻസ്? സ്ക്വയർ റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. ഈ പോയിന്റ് P ആണെങ്കിൽ ഈ O ആണ് ഒറിജിൻ. സോ OP ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഈക്വൽ ടു 10 ആൻഡ് മാക്സിമം ഡിസ്റ്റൻസ് ഇവിടെയാണ് Q എന്ന് പറയുന്ന പോയിന്റ്. സോ PQ is equal to 10 plus radius is 2 and 10 plus 2 equal to 12. അതായത് ഈ ഒരു ജോമെട്രി വരച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് മാക്സിമം ഡിസ്റ്റൻസ്, അതായത് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് നോർമൽ വരക്കുക. നോർമൽ ആദ്യം മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് മിനിമം ഡിസ്റ്റൻസ്, നോർമൽ എക്സിറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് മാക്സിമം ഡിസ്റ്റൻസ്. ഇതൊക്കെ മുന്നേ കോണി സെക്ഷനിലൊക്കെ നിങ്ങൾ കണ്ടൊരു ഐഡിയ തന്നെ ആയിരിക്കും. പക്ഷെ അത് എങ്ങനെ കോംപ്ലക്സ് നമ്പറിലേക്ക് കൊണ്ടുവരാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് ഈ ഒരു ഐഡിയ റിയൽ പാർട്ട് ഓഫ് z മൈനസ് 2i ഡിവൈഡ് ബൈ z പ്ലസ് 2i ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന് നമുക്ക് ഇവിടെ ഒന്ന് എന്ത് ചെയ്യുക, കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
ഈ മോഡ് സെഡ് സ്ക്വയറിന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നും ഈ സെഡ് പ്ലസ് സെഡ് ബാറിന് 2x എന്നും ഈ -2y × -2y നെ -4 എന്ന് എഴുതുന്നതോടെ ഇത് രണ്ടുമാണ് റിയൽ കോൺട്രിബ്യൂഷൻ, ഇത് ഉണ്ടാവില്ല. ഡൺ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബിയിൽ നമുക്ക് 12 എന്ന് പറയുന്ന ആൻസർ ഉണ്ട്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഓപ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ട് വളരെ ക്വിക്കായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അറിയാമല്ലോ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, യൂട്യൂബ് മന്ത്രം അറിയാമല്ലോ. ഓക്കെ, എനിവേ താങ്ക് യു ആൾ.